എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം. വിദ്യ എന്ന രണ്ടക്ഷരങ്ങൾ പകർന്നു തരുന്ന അധ്യാപകർ ലോകത്തിലെ ഏറ്റവും മഹത്വമാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂൾ എന്ന അഭിമാനത്തോട് പറയുമ്പോൾ കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ മാഷാണ് എന്നെ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ആ അധ്യാപന കിട്ടുന്ന ഗുരുദക്ഷിണ കൂടിയല്ലേ അത്. മാതാ, പിതാ, ഗുരു എന്നിവർ കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ സത്യം ഗുരുക്കന്മാർ നമുക്ക് അക്ഷരവും അറിവും പുതിയ തലമുറയിലേക്ക് വെളിച്ചവും കൂടി പകർന്നു തരുന്നു കൊണ്ടാണ്. സ്കൂളിലേക്ക് മാതാപിതാക്കളുടെ കൈപിടിച്ച് കയറുമ്പോൾ അറിവിൻ്റെ ലോകത്തിലേക്കെന്നുള്ള സത്യം തിരിച്ചറിയുന്നത് സമൂഹം നമുക്ക് തരുന്ന അംഗീകാരം കിട്ടുമ്പോഴാണ്. ഇന്ന് വിദ്യാഭ്യാസം കച്ചവടക്കണ്ണിലൂടെ കാണുന്ന ലോകത്ത് ഗവൺമെൻറ് സ്കൂളിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. പണ്ടുകാലത്ത് ഉച്ചക്കഞ്ഞി ആശ്രയിച്ച് സ്കൂളിൽ പോയി പഠിച്ച് ഉന്നത ജോലികൾ നേടിയവർ അഭിമാനത്തോട് പറയും, ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ. ഇന്ന് ഗവൺമെൻറ് സ്കൂൾ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കിട്ടുമ്പോൾ നമ്മുടെ സ്കൂൾ എത്ര മാറിയിരിക്കുന്നു. കൂടാതെ പാഠ്യപുസ്തകങ്ങളും യൂണിഫോം ഇന്ന് കുട്ടികൾക്ക് സൗജന്യമായി സ്കൂളിൽ തന്നെ ലഭിക്കുന്നതാണ്. അത് കിട്ടുമ്പോൾ സാധാരണക്കാരായ മാതാപിതാക്കൾ വളരെ സന്തോഷവാന്മാരായി ജീവിക്കുന്നു. ഇന്ന് സ്കൂളിലെത്തിയപ്പോഴാണ് അധ്യാപകരെല്ലാം പുതിയ കുഞ്ഞുങ്ങളെ വരവേൽക്കാനായി നിറമുള്ള കാഴ്ചകളും അലങ്കാരവും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളുമായി വരവേൽക്കുന്ന ദൃശ്യം കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന കാഴ്ചകളായി മാറി. പഠന രീതിയാകട്ടെ, കുട്ടികളോട് പെരുമാറുന്ന രീതിയാകട്ടെ കൃത്യമായ കാഴ്ചകൾ തന്നെ. നമ്മുടെ കുട്ടിക്കാലത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ സ്കൂളിൽ പ്രവേശിച്ചിരുന്ന കാഴ്ചകൾ അന്യം നിന്നതുപോലെ തോന്നിച്ചു. നടന്നും ഓടിയും തോട്ടിലും വെള്ളത്തിലും ചാടിയും ചാറ്റിലും മഴ കൊണ്ട് സ്കൂളിൽ പോയിരുന്ന കാലത്തു നിന്നും ഏറെ മാറിയെങ്കിലും നമ്മുടെ സ്കൂൾ പഴമയുടെ സൗന്ദര്യം മാറാതെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന അധ്യാപകർ, മാതാപിതാക്കളുടെ കുട്ടികളുടെ പഠന രീതികൾ ചോദിച്ച് മനസ്സിലാക്കുന്ന അധ്യാപകർ, സ്കൂളിൽ നിന്നും വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള കരുതൽ, കുട്ടികൾ അധ്യാപകരോട് പെരുമാറുന്ന രീതി നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ മുന്നിലാണെന്ന് കാട്ടിത്തന്നു. ഇടയ്ക്ക് സ്കൂളിലെത്തിയപ്പോൾ ചില കാഴ്ചകൾ മനോഹരമായിരുന്നു. LKG, UKG കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അമ്മ മക്കളെ പരിപാലിക്കുന്ന പോലെ തോന്നി. മുന്നോട്ടുള്ള ക്ലാസ്സിലെ അധ്യാപകർ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുന്ന കാഴ്ചകൾ മികച്ചതായി തോന്നി. പണ്ടത്തേക്കാൾ പഠന രീതി മാറിയിരിക്കുന്നു. ഗുരുശിഷ്യബന്ധം മികച്ചതാണെന്ന് മനസ്സിലാക്കി. ബാല്യകാല സ്മരണകൾ നമ്മളെ ആദ്യം എത്തിക്കുന്നത് നമ്മുടെ സ്കൂളുകളാണ്. അതുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം. നാം ഇനിയും നടക്കാം, രാവിന് മുന്നേ കനൽക്കാട് താണ്ടാം. നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം. ചിടവീണ വഴിയളന്നും ചികഞ്ഞും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ശിലയും അമ്പും മാറ്റീര തിരഞ്ഞും വാണ്ടമൊലി വാർന്ന ചുടുവിയർപ്പാൽ കുതിർന്നും മലകയറുമീ നമ്മളൊരു വേള ഒരു കാതമേ ഉള്ളു മുകളിലെത്താൻ. പൊഴിയനുജന്റെ ചുമലിൽ പിടിച്ചു ഇപ്പാവശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുയെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ മരല് പോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൻ കലക്കങ്ങൾ കലരുന്ന ദൈന്യം ജ്വരമാണ്ടൊരുടലിനു ശാന്തി ചൈതന്യം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.